ആരതി, നീ കല്യാണത്തിൽ സന്തുഷ്ടയല്ലേ? അത് അതെ. അറിയാമോ, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ മുതലേ ഉറപ്പിച്ചതാണ് ദൈവം നിന്നെ എനിക്കു വേണ്ടി ജനിപ്പിച്ചതാണെന്ന്. അതുപോലെ നോക്ക്, എന്റെ അമ്മയ്ക്കും അച്ഛനും നിന്നെ ഇഷ്ടമായി. അതുപോലെ നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെയും. ഇനി നീ പറ, എന്നെ ഇഷ്ടമായോ നിനക്ക്? നിന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നോ? അത് ഇല്ല. അയ്യോ, അതെന്താ അങ്ങനെ? കല്യാണം കഴിക്കേണ്ടവരുടെ അഭിപ്രായം ചോദിക്കേണ്ടതല്ലേ? അത് ഞങ്ങളുടെ ഗ്രാമത്തിൽ പെൺകുട്ടികളോടൊന്നും ചോദിക്കാറില്ല. അത് ശരിക്കും തെറ്റായിപ്പോയി. ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് കണ്ടതേയില്ല. വെറും ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നീയെന്ന് എന്റെ അടുത്ത് തന്നെ ഇരുന്നതല്ലേ? അതെ, ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ മുഖമുയർത്തി താങ്കളെ നോക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ശരി, ഇനി കാണാമല്ലോ. കാരണം നീ ഇനി ഒരിടത്തേക്കും പോകില്ല. നീ ഇവിടേക്ക് വന്നില്ലേ, ഇനി ജീവിതകാലം മുഴുവനും എന്റെ കൂടെ തന്നെ. ആരതി ശരിക്കും ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അവളുടെ കല്യാണം അടുത്തുള്ള ഗ്രാമമായ സൂരജ്പൂരിലെ അനിലുമായി നടന്നു. അനിൽ വളരെ നല്ലവനും സത്യസന്ധനുമായിരുന്നു. 2 ദിവസത്തിനു ശേഷം. ആഹാ, ഈ പൊറോട്ട ആരാ ഉണ്ടാക്കിയത്? എന്താ, എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതിന് അമ്മ ഉണ്ടാക്കുന്നതിന്റെ രുചിയല്ല. ഇത് ജ്യേഷ്ഠത്തി ഉണ്ടാക്കിയതാ. അതാ ഞാൻ പറഞ്ഞത്. പൊറോട്ടയ്ക്ക് നല്ല രുചിയുണ്ട്. ചേട്ടത്തി എവിടെ? അവൾ കഴിച്ചില്ല, വരുന്നതേ ഉള്ളൂ. എനിക്ക് സന്തോഷമായി. ചേട്ടന് ഇങ്ങനൊരു ഭാര്യ കിട്ടിയല്ലോ. എന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചിക്ക് അറിയില്ല, ഈ ചേട്ടനൊരു പാവമാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു ചേട്ടനൊരു നല്ല പെൺകുട്ടിയെ നോക്കാൻ. പക്ഷേ വിധി നോക്ക്, ചേട്ടന് സുന്ദരിയായൊരു പെണ്ണിനെ തന്നെ കിട്ടി. ലതയുടെയും ഹരിയുടെയും വീട് സന്തോഷമായി പോയിരുന്നു. മൂത്തമകൻ അനിൽ സത്യസന്ധനും നല്ലവനുമായിരുന്നെങ്കിൽ ചെറിയ മകൻ സുനിൽ വികൃതിയും കുസൃതിയുമായിരുന്നു. പതുക്കെ ആരതി തന്റെ സ്വഭാവം കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. ആരതി സുനിലിനെയും നന്നായി മനസ്സിലാക്കിയിരുന്നു. സുനിൽ ചേട്ടാ, കഴിക്കാൻ എന്താണിപ്പോൾ വേണ്ടത്? ചേച്ചി എന്നോട് ചോദിക്കുന്നു? എന്നും ഞാൻ വീട്ടിലെ മുതിർന്നവരോടാണ് ചോദിക്കുന്നത്. പക്ഷേ വല്ലപ്പോഴും വീട്ടിലെ ഇളയാളോടും ഇഷ്ടമൊക്കെ ചോദിക്കണ്ടേ? കൊള്ളാം ചേച്ചി, ചേച്ചി അടിപൊളിയാണെന്ന് ഇന്ന് തെളിയിച്ചു. അല്ലെങ്കിൽ എന്നോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുമോ? എനിക്കെന്ത് ഇഷ്ടമാണെന്നോ? ചേച്ചി, അത് പിന്നെ ചേച്ചിയോട് എനിക്കൊന്ന് സംസാരിക്കണം. പറയൂ ചേട്ടാ. ഇവിടെ വെച്ചല്ല, അച്ഛനും അമ്മയും കേട്ടാൽ അത് പ്രശ്നമാകും. ഒരു കാര്യം ചെയ്യേ, ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ടെറസിൽ സംസാരിക്കാം. ശരി, ഞാൻ വരാം. ഇങ്ങനെ പറഞ്ഞ് സുനിൽ ഉടനെ ടെറസിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരതിയും വന്നു. ടെറസ് കാണാൻ നല്ല രസമുണ്ടല്ലോ. നല്ല കാലാവസ്ഥയും. ചേച്ചി കാലാവസ്ഥ കണ്ട് സന്തോഷിച്ചു. ഇവിടെ എന്റെ ജീവിതം തന്നെ സങ്കടത്തില്ല. എന്നെ സഹായിക്കു ചേച്ചി. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ചേച്ചിക്ക് കമലാപുരം ഗ്രാമം അറിയില്ലേ? അവിടെ ഋതു എന്നൊരു പെൺകുട്ടിയുണ്ട്. അവളെ എനിക്കിഷ്ടമാ. ദൈവമേ, എന്താ ഈ പറയുന്നത്? പ്രണയവിവാഹം കഴിക്കാൻ പോകുകയാണോ? അതെ ചേച്ചി, പക്ഷേ ഋതുവിന് വേണ്ടി കുറച്ച് ആലോചന വന്നിട്ടുണ്ട്. അവളുടെ കല്യാണവും ആരുടെ കൂടെയെങ്കിലും നടക്കും. അവളവിടെ എന്നെയും കാത്തിരിക്കുക. എനിക്ക് പോയേ പറ്റൂ. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. സുനിൽ പാവം പിടിച്ച ആരതിക്ക് ഒരു വലിയ പണിയാണ് കൊടുത്തത്. അങ്ങനെ ആരതി വീട്ടിൽ പറഞ്ഞ് അവരെയെല്ലാം സമ്മതിപ്പിച്ചു. ഒടുവിൽ സുനിലിന്റെ കല്യാണം ഋതുവിനോടൊപ്പം നടന്നു. ഋതു ഒരു പണക്കാര വീട്ടിലെ പെൺകുട്ടിയാണ്. ഇതെന്താ അമ്മേ, നിങ്ങൾ അടുപ്പിലാണോ ഭക്ഷണമുണ്ടാക്കുന്നത്? അതേ മരുമകളെ. എന്താ അമ്മേ, ഇക്കാലത്ത് അടുപ്പിലൊക്കെ ആരാ ഭക്ഷണമുണ്ടാക്കുന്നത്? അയ്യോ, ഞാനുണ്ടാക്കുമല്ലോ. നിന്റെ ചേട്ടത്തി ആരതി ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും ഉണ്ടാക്കും. അമ്മേ, ഇപ്പോൾ ഗ്യാസ് അടുപ്പിന്റെയൊക്കെ കാലമാണ്. വിറകിന്റെ ആവശ്യവുമില്ല, പുകയുടെ ചിന്തയുമില്ല, ചാരവും വരണ്ട. ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഗ്യാസിൽ റൊട്ടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്താ? അയ്യോ അല്ല അമ്മേ, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഭക്ഷണമുണ്ടാക്കാം. ശരി മോളെ. എല്ലാം നീ പറയുന്നത് പോലെ. ഋതു ഇളയ മരുമകളായി വന്നതിനു ശേഷം ഋതു എപ്പോഴും ആരതിയോട് ജോലി പറയുമായിരുന്നു. എന്നാൽ വീട്ടിലെ കാര്യമോർത്ത് ആരതി ഒന്നും തന്നെ മിണ്ടിയില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഋതു ആരതിക്കും അമ്മായിയമ്മയ്ക്കും ഗ്യാസ് സ്റ്റൗവിൽ പാചകം ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരിക്കൽ ആരതി ആ ഗ്യാസ് സ്റ്റൗവിൽ ഭക്ഷണമുണ്ടാക്കാനായി പോയപ്പോൾ അവളുടെ കയ്യിൽ നിന്നും കുക്കർ താഴെ വീണു. സ്റ്റൗവും ചെറുതായൊന്നു പൊട്ടി. നീ എന്താ ചെയ്തത്? അടുപ്പിൽ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരുന്ന നിനക്ക് സ്റ്റൗ കിട്ടിയപ്പോൾ ഇത്രയും അഹങ്കാരമോ? ഋതു, എന്താ ഈ പറയുന്നത്? എനിക്കൊരു തെറ്റു പറ്റിയതാ. പിന്നെ ഞാൻ നിന്റെ ജ്യേഷ്ഠത്തിയല്ലേ. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ അച്ഛൻ തന്ന സ്റ്റൗവായത്. നഗരത്തിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ എത്ര രൂപയാകും? എനിക്കറിയുകയുമില്ല, അറിയേണ്ടതുമില്ല. മനസ്സിലായോ? ആഗ്രഹമോ? നിനക്ക് പൈസയുമില്ല, കാറുമില്ല. ഇന്നു മുതൽ എന്റെ ഗ്യാസ് സ്റ്റൗവിൽ കൈവച്ചു പോകരുത്, മനസ്സിലായോ?
എന്റെ ഫ്രിഡ്ജിലും പിന്നെ ഒരു സാധനത്തിലും. ശരി റിതു, നീ പറഞ്ഞത് തന്നെയാ ശരി. അന്ന് ആരതി ഒരുപാട് കരഞ്ഞു. എന്നാൽ റിതു ഒന്നും കാര്യമാക്കിയില്ല. പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും ലത റിതുവിനെ ഒന്നും പറഞ്ഞില്ല. വൈകുന്നേരം അനിൽ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ആരതി എല്ലാം പറഞ്ഞു. അത് വളരെ തെറ്റായിപ്പോയല്ലോ. ഞാൻ ഋതുവിനോടും അമ്മയോടും സംസാരിക്കാം. വേണ്ട വേണ്ട, അമ്മ അവളുടെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ. പിന്നെ ഋതുവും പൈസയുടെ അഹങ്കാരം കൊണ്ടാ ഇങ്ങനെ പറഞ്ഞത്. ഇന്നു മുതൽ ഈ ടെറസാണ് എന്റെ അടുക്കള. നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ശരി ആരതി, നീ പറയുന്നത് പോലെ. ഞാൻ എന്നും നിന്റെ കൂടെയാ. 2 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാലും മഴ കുറഞ്ഞില്ല. അതുകാരണം പതുക്കെ പതുക്കെ ഗ്രാമത്തിൽ വെള്ളവും ഉയർന്നിരുന്നു. നോക്കി നിൽക്കെ അതൊരു വെള്ളപ്പൊക്കമായും മാറി. മോളെ റിതു, നോക്ക്, വീട്ടിലെല്ലാം വെള്ളം കയറി. ഇപ്പോൾ എന്തു ചെയ്യും അമ്മേ, എന്തു ചെയ്യും? ആദ്യം അടുക്കളയിൽ പോയി നീ നിന്റെ ഗ്യാസ് അടുപ്പെടുക്ക്. പെട്ടെന്ന് ചെയ്യ്, നമുക്ക് മുകളിൽ പോകാം. അവിടെ ആരതിയുടെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാം. അവൾ ഒന്നും പറയില്ല. പേടിയോടെ ഋതു തന്റെ ഗ്യാസ് സ്റ്റൗ ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാനായി ടെറസിലേക്ക് പോയി. അവൾ കണ്ടു ലതയും കുടുംബവും ആരതിയുടെ ചെറിയ ടെറസിൽ ഇരിക്കുന്നു. അവൾ മഴ നനഞ്ഞിരുന്നു. എന്നാൽ ആരതിയുടെ അടുക്കളയിലേക്ക് വരാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. വെളിയിൽ നിൽക്കാനാണെങ്കിൽ നിന്നോ, അകത്തേക്ക് വന്നില്ലെങ്കിൽ നാളെ വല്ല പനിയും പിടിക്കും അനുജത്തി. ഋതു ഒരു നാണക്കേടോടെ ആരതിയുടെ അടുക്കളയിലേക്ക് കയറി. ആരതി പറഞ്ഞു, വൈകുന്നേരം കടലയും റൊട്ടിയുമാ. ഋതു നീ കഴിക്കുമോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ? ആരതി പറയുന്നത് കേട്ട് ഋതുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. ഈ മണ്ണുകൊണ്ടുള്ള അടുപ്പ് അത്ര മോശമൊന്നുമല്ല. കുറച്ച് സമയമാകും, പക്ഷേ നല്ല ഭക്ഷണമായിരിക്കും. ചേച്ചി, എന്നെയും പഠിപ്പിക്കുക ഈ അടുക്കളയിൽ പാകം ചെയ്യാൻ. കാരണം എന്റെ ഗ്യാസ് സ്റ്റൗ വെള്ളത്തിൽ കിടക്കുക. ഋതു പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. പിന്നെ ആരതിയുടെ ടെറസിലെ അടുക്കളയും അടുപ്പും കുടുംബത്തിന് തന്നെ രക്ഷകനായും മാറി. റോഷ്നി ഒരു പാവപ്പെട്ട വീട്ടിലായിരുന്നു. അവളുടെ അച്ഛൻ കൃഷിപ്പണി ചെയ്താണ് കുടുംബം നടത്തുന്നത്. അവളുടെ കുടുംബത്തിൽ അവളുടെ അമ്മയും അച്ഛനും ആയിരുന്നു ഉണ്ടായിരുന്നത്. റോഷ്നി ഗ്രാമത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ദിവസം അവൾ ക്ലാസ്സിൽ ആഹാരം കഴിക്കാനിരുന്നപ്പോ അവൾ അവളുടെ പാത്രം തുറന്നു. അതിലാകെ 2 ഉണക്ക റൊട്ടിയുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇത്തിരി ഉപ്പും. അതിന്റെ കൂടെ അച്ചാറും ഇല്ല, കറിയുമില്ലായിരുന്നു. ഇത് കണ്ട് റോഷ്നിക്ക് വിഷമമായി. ഇന്നും ഉണക്ക റൊട്ടി, ഉപ്പിന്റെ കൂട്ടത്തിൽ റൊട്ടി കഴിച്ചു മടുത്തു ഞാൻ. അപ്പോഴേക്കും റോഷ്നിയുടെ കൂട്ടുകാരി കാജൽ അവിടെ വരും. അതേ റോഷ്നി, കുർക്കുറെ കഴിക്കുന്നോ നീ? കുർക്കുറയോ? അതെന്ത് സാധന? അടിപൊളിയാ, നീ ഇത് കഴിച്ചിട്ടുണ്ടാവൂല. ഒന്ന് കഴിച്ചു നോക്ക്, നല്ല സ്വാദാ. നോക്ക് നോക്ക്, എന്റെ അച്ഛൻ രാവിലെ സ്കൂളിൽ വന്ന സമയത്ത് കടയിൽ നിന്ന് വാങ്ങിത്തന്നതാ. കാജൽ അവൾക്ക് കുറച്ച് കുർക്കുറെ കഴിക്കാൻ കൊടുക്കും. അത് കഴിച്ചതോടെ അവൾക്ക് സന്തോഷമായി. പക്ഷെ അത് കുറച്ച് കുർക്കുറേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കാണെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ആ കുർക്കുറ എടുത്ത് റൊട്ടിയുടെ അകത്ത് വെച്ച് അതിനെ റോള് പോലെ ആക്കി കഴിച്ചു. റോഷ്നി ആ കുർക്കുറ റൊട്ടിയുടെ അകത്ത് വെച്ച് കഴിച്ചപ്പോ തന്നെ അവൾക്ക് അതിന്റെ സ്വാദ് ഇഷ്ടപ്പെട്ടു ഒരുപാട്. ആഹാ, ഇത് നല്ല ടേസ്റ്റി സാധനാ. അതെ കാജൽ, കുറച്ചുകൂടെ താടി എനിക്ക്. അതിനെന്താ, എടുത്തോ. റോഷ്നി അടുത്ത റൊട്ടിയും കുർക്കുറയുടെ കൂടെ കഴിച്ചു. ശരിക്കും പറഞ്ഞ റോഷ്നി ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. പച്ചക്കറിക്കാണെ തീ പിടിച്ച വിലയും. അവർക്കാണെ വരുമാനം കുറവാണ് നല്ല നല്ല കറികൾ ഉണ്ടാക്കി കഴിക്കാൻ. കുറച്ചു ദിവസം കഴിഞ്ഞ് കാജൽ സ്കൂളില് കുർക്കുറെ കൊണ്ടുവന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് ഒരു പാക്കറ്റ് അവള് റോഷ്നിക്കും കൊടുത്തു. ആ ദിവസം റോഷ്നിയുടെ തലയിൽ എന്തോന്ന് തോന്നി. അവള് കുറച്ച് കുർക്കുറെ കഴിച്ചിട്ട് ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. രാത്രി അവളുടെ അമ്മ ആട്ട കുഴയ്ക്കുന്ന സമയത്ത് അവള് മനഃപൂർവ്വം ആ ആട്ടയുടെ അകത്ത് കുർക്കുറെ ഇട്ടു. ഇത് നീ എന്താ ചെയ്തേ? ഈ വീട്ടിലാകെ ഇച്ചിരി ആട്ടയുണ്ടായിരുന്നുള്ളൂ. ആ ആട്ടയ്ക്കകത്ത് നീ എന്താ ഇട്ടത്? അമ്മ, ഇത് കുർക്കുറയാ. ഇതിനകത്ത് ഇത് നന്നായിട്ട് കുഴച്ചു വെക്ക്. നിനക്ക് വട്ടായോ ശരിക്കും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ആട്ട എടുത്ത് കളയേണ്ടി വരും. റോഷ്നിയുടെ അമ്മ ആ ആട്ടയുടെ അകത്ത് കുർക്കുറെ പൊടിച്ചങ്ങ് കുഴച്ചു വെക്കും. എന്നിട്ട് അത് പരത്തി നല്ല ചൂട് കുർക്കുറെ റൊട്ടി തയ്യാറാക്കുകയും ചെയ്യും. റോഷ്നിക്ക് ആ കുർക്കുറെ റൊട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവളുടെ വീട്ടുകാർക്കും അത് ഇഷ്ടപ്പെടും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് അങ്ങനെ റോഷ്നി 20 വയസ്സുകാരിയാകും. അവളുടെ വീട്ടുകാര് അവൾക്ക് വേണ്ടി കല്യാണാലോചന നടത്തും. പിന്നീടൊരു ദിവസം അടുത്തുള്ള ഗ്രാമത്തിലെ പ്രാഗ് എന്ന് പറയുന്ന പയ്യനുമായിട്ട് വിവാഹം നടക്കും. പ്രാഗ് ഒരു ഫാക്ടറിയിലെ ഗാർഡിന്റെ ജോലി നോക്കിയിരുന്നു. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം, മോളെ, നീ മുറിയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക? ചെല്ല്, അടുക്കളയിൽ ആദ്യത്തെ ദിവസമല്ലേ, പോ. അറിയാവുന്നത് എന്താണോ അതങ്ങ് ഉണ്ടാക്കും മോളെ. ശരി അമ്മ, ഞാൻ ദാ ഇപ്പൊ വരാം.
റോഷ്നി പെട്ടെന്ന് അവളുടെ ബാഗ് തുറന്ന് അതിൽ നിന്നും കുർക്കുറയുടെ പാക്കറ്റ് എടുത്തു. അത് കണ്ട് ഭർത്താവ് പ്രാഗ് അവളോട് പറയും, റോഷ്നി, നീ ആദ്യമായിട്ട് അടുക്കള കയറിയിട്ട് കുർക്കുറയാണോ ഉണ്ടാക്കിയത്? ഓഹോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ ഞാൻ ടെൻഷനായിട്ടിരിക്കുക. എന്റെ ആദ്യത്തെ ദിവസമാ. അമ്മായി പറഞ്ഞല്ലോ അറിയാവുന്നത് ഉണ്ടാക്കിയാ മതിയെന്ന്. അത് കഴിഞ്ഞ് റോഷ്നി അടുക്കളയിലിട്ട് പോകും. എന്നിട്ട് ആ കുർക്കുറെ പൊടിച്ച് പൊടി പോലെ ആക്കും. എന്നിട്ട് അത് വെച്ച് കുർക്കുറെ റൊട്ടി ഉണ്ടാക്കും. അതിന്റെ കൂട്ടത്തിൽ നല്ല ഉരുളക്കിഴങ്ങിന്റെ കറിയും ഉണ്ടാക്കും. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ ചിറ്റമ്മയും കുറച്ചു ദിവസത്തേക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കും. അവൾ ചിറ്റമ്മയ്ക്കും കുർക്കുറെ റൊട്ടിയും കിഴങ്ങ് കറിയും കൊടുക്കും. അതേ മോളെ, നീ ഇതെന്താ ഉണ്ടാക്കിയത്? ആദ്യത്തെ അടുക്കള ദിവസത്തിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കണ്ടേ? എല്ലാവർക്കും ആ കുർക്കുറെ റൊട്ടി ഇഷ്ടായി. അങ്ങനെ കുറെ കഴിഞ്ഞ് റോഷ്നി ഗർഭിണിയാവും. അങ്ങനെ 9 മാസം കഴിഞ്ഞ് അവൾ കുഞ്ഞിന് ജന്മം നൽകും. വീട്ടിലൊരു കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ആ സന്തോഷം അവരുടെ വീട്ടിൽ അധികം നാൾ ഉണ്ടായില്ല. ഒരു ദിവസം പ്രാഗ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. 2 കള്ളന്മാരകത്ത് കയറാൻ നോക്കി. പ്രാഗ് അവരെ തടയുകയും ചെയ്തു. അങ്ങനെ അവിടെ കുറച്ച് ബഹളം ഉണ്ടായി. കള്ളന്മാര് കത്തിവെച്ച് അവനെ കുത്തി. വേറൊരു ഗാർഡ് പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് കള്ളനെ പിടിച്ചു. എന്നിട്ട് പ്രാഗിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രാഗിനെ അവര് രക്ഷപ്പെടുത്തി. പക്ഷെ ഒരുപാട് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് പ്രാഗിന് ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ മാർക്കറ്റിൽ കുർക്കുറെ റൊട്ടി ഉണ്ടാക്കി വിറ്റാലോ? എനിക്ക് ഉറപ്പുണ്ട് ഞാനുണ്ടാക്കുന്ന കുർക്കുറെ റൊട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ റോഷ്നി, ഇതിനൊക്കെ വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. എനിക്ക് അത്രയധികം സമ്പാദ്യമൊന്നുമില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ. അപ്പോഴേക്കും ഫാക്ടറിയിലെ മാനേജർ അവിടെ എത്തും. പ്രാഗ്, നീ നിന്റെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് ആ കള്ളന്മാരോട് ഏറ്റുമുട്ടിയത്. നിങ്ങളുടെ കടമ സത്യസന്ധമായി നിർവഹിച്ചതിന് മുതലാളി നിങ്ങൾക്ക് വേണ്ടി 50,000 രൂപ പ്രതിഫലം തന്നിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. അടുത്ത ദിവസം കുറച്ച് പൈസ കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അവൾ ഒരു ഉന്തുവണ്ടിയിൽ കുർക്കുറെ റൊട്ടി ഉണ്ടാക്കി. അതിന്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് കറിയും കുറച്ച് ചട്നിയും ഉണ്ടാക്കി വിറ്റു. അവളുടെ കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സും വരാൻ തുടങ്ങി. അങ്ങനെ അവളുടെ ഗ്രാമത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഗ്രാമത്തിൽ നിന്നും ആൾക്കാർ അവിടെ വരാൻ തുടങ്ങി. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഈ കുർക്കുറെ കൊണ്ടുള്ള റൊട്ടി. ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഞാൻ ഈ റൊട്ടിയെക്കുറിച്ച്. എനിക്കും വേണമായിരുന്നു. ഒരു പ്ലേറ്റിന് എത്രയാ? ചേട്ടാ, 20 രൂപയാണ് ഒരു പ്ലേറ്റിന്. കൊള്ളാലോ, ഇത്ര കുറച്ചേ ഉള്ളോ? എനിക്കൊരു പ്ലേറ്റ് തരൂ. ആ കസ്റ്റമർ ആ റൊട്ടി കഴിച്ചപ്പോ തന്നെ അവന് അതിന്റെ സ്വാദ് മറക്കാനാവാതെയായി. അവളുണ്ടാക്കുന്ന കുർക്കുറെ റൊട്ടി ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അവൾക്ക് നല്ല വരുമാനവും ഉണ്ടാകാൻ തുടങ്ങി. 4 മാസം കഴിഞ്ഞപ്പോ പ്രാഗിനും നല്ല ഭേദമുണ്ടായി. അങ്ങനെ അവനും ആ ഗാർഡിന്റെ ജോലി വിട്ടു. എന്നിട്ട് റോഷ്നിയുടെ കൂടെ കുർക്കുറെ റൊട്ടി ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ രണ്ടുപേരും നല്ല പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. Thanks for watching.